പ്രശ്നമൊന്നുമില്ല. അത് ശരി. ഇത്ര വണ്ടിയോടെ പിടിച്ചതാണ്. എല്ലാവരും വണ്ടിയോടെ ഇപ്പോൾ KSRTCൻ്റെ അവിടെ പിടിക്കേണ്ട റാപ്പിഡോ. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് അടുത്ത് വെച്ചിട്ട് ഓൺലൈൻ ടാക്സിക്കാരെ പിടിച്ചു. ആരെ പിടിച്ചേ? പോലീസുകാരാണോ? അല്ല. ട്രാഫിക്കാണോ? അതുമല്ല. ആരെ പിടിച്ചേ? നാട്ടിലുള്ള ഓട്ടോ തൊഴിലാളികൾ, കോഴിക്കോട്ട് അങ്ങാടിയിലുള്ള ഓട്ടോ തൊഴിലാളികൾ. അല്ല, ഇവർക്ക് ഇങ്ങനെ പിടിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടോ? അധികാരമൊന്നുമില്ല, ഗുണ്ടായിസ് ഉണ്ട്, അതുകൊണ്ട് പിടിക്കുന്നത്. ഇവരെങ്ങനെ ഈ ഓൺലൈൻ ടാക്സിക്കാരെ പിടിക്കുന്നത് നിങ്ങൾക്കറിയോ? അതായത് ആപ്പിൽ കയറിയിട്ട് ഇവരെന്നെ ബുക്ക് ചെയ്യും, റൈഡ് ഇവരെന്നെ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്ത കസ്റ്റമറുടെ അടുത്തേക്ക് ടാക്സിക്കാരൻ വരുമല്ലോ, ടാക്സിക്കാരൻ വരുമ്പോൾ അവിടെ ഇട്ട് പിടിക്കാം. എജ്ജാതി തെണ്ടിത്തരം എന്ന് ആലോചിക്കും. എജ്ജാതി തെണ്ടിത്തരം. പൊതുവെ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർക്ക് നല്ല പേരുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം കുറെ ഗുണ്ടകള് കോഴിക്കോട് ഓട്ടോ ഫീൽഡിൽ കയറി തൊഴിൽ ചെയ്യുന്നുണ്ട്. അവര് കോഴിക്കോട്ടെ അവരെ മുൻ തലമുറ ഉണ്ടാക്കി വെച്ച നല്ല പേര് നശിപ്പിക്കാനായിട്ട് നടക്കുന്നവരാണ്. കുറെ എണ്ണം ഉണ്ട്. ഇവരെന്താ പറയുന്നവരാ? ഓൺലൈൻ ടാക്സിക്കാർ ഓടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഓട്ടം ഉണ്ടാവില്ല. എടാ, ഓൺലൈൻ ടാക്സിക്കാർ വിളിക്കുന്നവരാ റൈഡ് ആവശ്യമുള്ള കസ്റ്റമർ അല്ലേ? എന്തുകൊണ്ട് കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വരുന്നില്ല? നിങ്ങൾ അവിടെ വായി നോക്കി നിൽക്കുന്നുണ്ടല്ലോ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ. എന്തേ നിങ്ങളുടെ അടുത്ത് വരാത്തെ? നിങ്ങളെ സ്വഭാവം കൊണ്ടാണ്, മനസ്സിലായോ? അതിന് പാവപ്പെട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഓൺലൈൻ തൊഴിലാളിയെ പിടിച്ചു വരട്ടലല്ല പണി. അവനെ സംഘം ചേർന്ന് മർദ്ദിക്കാം. ഇത്തരം ഗുണ്ടായിസൊക്കെ അവസാനിപ്പിക്കണം. സംഘം ചേർന്ന് ആക്രമിക്കുക, നാട്ടിലൂടെ ഗുണ്ടായിസം കാണിക്കുക. നിങ്ങൾ എന്താ വിചാരിച്ച്? ഈ നാട്ടിലുള്ള ജനങ്ങൾ ഇത്തരം വീഡിയോസും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ബിഹേവിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട പിന്നെ നിങ്ങൾ ആരെങ്കിലും ടാക്സി വിളിക്കുവോ? നിങ്ങൾ തടഞ്ഞതുകൊണ്ട് ഇന്നു മുതൽ റാപ്പിഡോ ഓട്ടോ അല്ലെങ്കിൽ ഊബർ ഓട്ടം ഇവിടെ അവസാനിക്കുവോ? സത്യത്തിൽ നിങ്ങൾ മണ്ടന്മാരാണ്. കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാര് മണ്ടന്മാരാണ്. ഞാൻ കോഴിക്കോട്ടെ മാത്രമല്ല, ഈ ഊബർ റാപ്പിഡോ പോലുള്ള സംവിധാനങ്ങളോടൊക്കെ കലഹിച്ച് അതിനെതിരെ ഇതുവഴി ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ തണ്ടക്ക് വിളിക്കുന്ന ഏർപ്പാടുണ്ടല്ലേ ഓട്ടോക്കാരുടെ. അത് ലോകത്തുള്ള കേരളത്തിലുള്ള എവിടെയും ഇവർക്ക് ഈ ഓട്ടോക്കാരൊക്കെ മണ്ടന്മാരാണ്. കാരണം ഇവർ എത്രയാണ് ഈ ഊബറിനും റാപ്പിഡോക്കും കൊടുക്കുന്ന പ്രൊമോഷൻ? എത്ര പ്രൊമോഷനാണ് ഫ്രീ ആയിട്ട് 5 പൈസ ചെലവില്ലാതെ ഇവർ ചെയ്യുന്ന പ്രൊമോഷൻ നിങ്ങൾ കാണുന്നില്ലേ? ഇത് ഒരു തരത്തിൽ പ്രൊമോഷനാണ്. ഊബറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കണം. ഇതിനേക്കാളും വലിയ പ്രൊമോഷൻ പിന്നെ എങ്ങനെ കിട്ടണം അവർക്ക്? ഓട്ടോക്കാരുടെ ഈ ബിഹേവിയർ കണ്ടാൽ ആളുകൾ നിങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്യൂല. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. മാത്രമല്ല, നിങ്ങളെ കഴുത്തറച്ചുള്ള ചാർജ് വാങ്ങല്, ഇതൊക്കെ ആളുകൾക്ക് താങ്ങാൻ പറ്റുമോ? രാത്രിയാണെങ്കിൽ പറയും വേണ്ട. രാത്രിയാകുമ്പോൾ ഇവർക്ക് ഡീസൽ അധികം കത്തലുണ്ടെന്നുണ്ട്. രാത്രിയാകുമ്പോൾ ഒരു ഡബിൾ ചാർജാണ്. ഇങ്ങനെ മനുഷ്യനെ കൊള്ളയടിക്കുന്ന, മനുഷ്യനെ പകൽ കൊള്ള ചെയ്യുന്ന ഓട്ടോക്കാരാണ് ഈ നാട്ടിലുള്ളത്. പിന്നെ ജനങ്ങൾക്ക് വല്ല താല്പര്യം ഉണ്ടാവും അതിൽ കയറാൻ? ജനങ്ങൾ സഹകരിക്കണമല്ലോ. എൻഡ് ഓഫ് ദ ഡേ ഓൺലൈൻ ടാക്സി ആയാലും നാട്ടിലെ ഓട്ടോക്കാരായാലും ജനങ്ങൾ സഹകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? നിങ്ങളുടെ ഈ ഗുണ്ടായിസം കണ്ടാൽ ഏതെങ്കിലും ജനങ്ങൾ നിങ്ങളുമായി സഹകരിക്കുമോ? നിങ്ങൾ അതിൽ മനസ്സിലാക്കി. ഗുണ്ടായിസം കൊണ്ട് ഒന്നും ഇവിടെ നേടാൻ കഴിയില്ല. മാറ്റങ്ങളോട് പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് കഴിയില്ല. എത്ര ദിവസം നിങ്ങൾ ഗുണ്ടായിസം കാണിക്കും? ഞാൻ പറയുന്നത്, ഗുണ്ടായിസത്തിന് ഇരയാകുന്ന ആളുകൾ കൃത്യമായിട്ട് പോലീസിൽ കംപ്ലൈന്റ് പരാതി നൽകണം. പരാതി നൽകിയിട്ട് ആൾക്കൂട്ട ആക്രമണത്തിന് ഇവിടെ നിയമമുണ്ട്. ആൾക്കൂട്ട ആക്രമണമാണല്ലോ ഈ കാണിച്ച്. അതെന്താ ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട ആക്രമണം മാത്രമേ ഇവിടുത്തെ ആളുകൾ കാണുള്ളൂ? ഇവിടെ അത് ആൾക്കൂട്ട ആക്രമണമാണ്. എന്താ ഇതിനെതിരെ ആരും പ്രതികരിച്ചിട്ടില്ല? എന്താ ഉത്തരേന്ത്യത്തെ മാത്രം കാണാൻ നിങ്ങൾക്ക് കാണുള്ളൂ? ഇതും നിങ്ങൾ കാണണ്ടേ? ഇതും നമ്മൾ കാണണ്ടേ? നമ്മുടെ നാട്ടിലല്ലേ ഇത് നടക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം ഉണ്ടാകും. കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാകാത്ത ഒരു വിഭാഗവും കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കോർ റീസൺ എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും ഓട്ടോക്കാരുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ മേഖലയെ ആശ്രയിച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി ഉപജീവനം നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മേഖലയിലേക്ക് ഓൺലൈൻ ടാക്സികൾ വരുമ്പോൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമോ, വരുമാനം ഇല്ലാതാക്കുമോ എന്നുള്ള ആശങ്ക ഒക്കെ ഇവർക്കുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അതിനൊന്നും അവഗണിച്ചുകൊണ്ടല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്. ഓട്ടോക്കാർക്കുള്ള ആശങ്ക എത്തരത്തിലാണ് പരിഹരിക്കേണ്ടത്? പുതിയ കാലത്തിനനുസരിച്ച് മാറിയ സംവിധാനങ്ങളോട് ഏറ്റുമുട്ടണോ? ആ സംവിധാനങ്ങൾക്കൊപ്പം ചേർന്ന് പോകണമോ? അതല്ലെങ്കിൽ അതിന് സമാനമായ മറ്റൊരു സാങ്കേതിക സംവിധാനം ഓട്ടോ തൊഴിലാളികൾ എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കണോ? ഏതാണ് ശാശ്വതമായ മാന്യമായ മാർഗം? ഓട്ടോ തൊഴിലാളികൾ, എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ 10 ലക്ഷത്തോളം ഉണ്ട്. ഒരു ആപ്പ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാലോ? അതിലൂടെ ഇവർക്ക് ഉപജീവന മാർഗം കണ്ടെത്താലോ? എന്താ അതൊന്നും ചെയ്യാത്ത? ഗുണ്ടായിസം കാണിച്ചാലേ ജീവിക്കൂ എന്നുള്ള വാശിയുണ്ടോ? നഗരങ്ങളിൽ എത്തുന്ന പാവപ്പെട്ട ജനങ്ങളോട് ഗുണ്ടായിസം കാണിച്ച് മാത്രമേ ജീവിക്കൂ എന്ന് ഓട്ടോക്കാർക്ക് എന്തിനാണ് വാശി? അങ്ങനെ വാശി പാടില്ലല്ലോ.
ഇത് പക്ക ഗുണ്ടായിസാണ്. യാത്രക്കാരനൊന്ന് വ്യാജേനെ ഓട്ടം വിളിക്കുക ഓൺലൈനിൽ, എന്നിട്ട് സ്പോട്ടിലെത്തുമ്പോൾ ഇവനെ ഒന്നായിട്ട് ഇങ്ങോട്ട് വളയാം, ഇവനെ ചോദ്യം ചെയ്യാം, ഇവന്റെ വണ്ടിന്റെ താക്കോല് ഊരിടുക, ഇവന്റെ വണ്ടിന്റെ ടയർ പഞ്ചറാക്കുക. ഇത്തരം ഗുണ്ടായിസൊക്കെ ഇവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾ ഓട്ടോക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ, ഈ നാട്ടിലെ എല്ലാവർക്കും ജീവിക്കണം. ഓട്ടോക്കാർ മാത്രം ജീവിച്ചാൽ മതിയോ? ഓൺലൈൻ ടാക്സിക്കാരും ജീവിക്കണ്ടേ? ഇത്തരം നടപടികൾ, അതായത് വ്യാജ ഓട്ടം വിളിച്ചിട്ട് ഓട്ടം വരുന്ന പാവപ്പെട്ടാനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇത്തരം രീതികളൊന്നുമില്ല. ഇതൊന്നും ഒരു സമരമാർഗമല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ്. ആൾക്കൂട്ട ആക്രമണം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത് പൊതുവെ നല്ല പേരുള്ള ഓട്ടോ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് സിറ്റിയിലുള്ള നല്ല പേരുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് കൂടി ഈ പുതിയ ഗുണ്ടകൾ ചീത്തപ്പേരാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം ഗുണ്ടകളൊന്നും ഓട്ടോ മേഖലയിലേക്ക് കടന്നു വരരുത്, പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള മേഖലകളിൽ. കോഴിക്കോട്ടെ ഓട്ടോക്കാർ എന്ന് പറയുന്നത് ചരിത്രം സൃഷ്ടിച്ചവരാണ് ആളുകളുടെ ബിഹേവിയർ കൊണ്ട്. മുൻ തലമുറ ഉണ്ടാക്കിയ നല്ല പേരിനെ ചീത്തയാക്കാനായിട്ട് ഇപ്പൊ ഈ മേഖലയിൽ ഇഷ്ടംപോലെ ഗുണ്ടകൾ കടന്നു കൂടിയിട്ടുണ്ട്. ഇത്തരം ഗുണ്ടകളെ തടയാൻ കോഴിക്കോട്ടെ മാന്യന്മാരായ ഓട്ടോക്കാർ കൂടി രംഗത്തിറങ്ങണം. നിങ്ങൾക്ക് കൂടിയാണ് ഈ ഗുണ്ടകൾ ചീത്തപ്പേരുണ്ടാക്കി തരുന്നത്. പിന്നെ ഓട്ടോക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജനങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞല്ലോ, അതായത് മാനസിക പിന്തുണ. ഇത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഇപ്പം കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ഈ സംഭവം കണ്ടതിന് ശേഷം വരുന്ന ഒരാൾ ഓട്ടോ വിളിക്കോ റാപ്പിഡോ വിളിക്കോ? നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് ഒരാൾ കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് വരുന്നെങ്കിൽ അയാൾ ഓട്ടോറിക്ഷ വിളിക്കോ റാപ്പിഡോ വിളിക്കോ? സ്വാഭാവികമായിട്ടും അയാളുടെ മാനസികമായ പിന്തുണ റാപ്പിഡോക്കാരനായിരിക്കും. അതിന് കാരണം എന്താ? നിങ്ങൾ സംഘം ചേർന്നാണ് ഒരാളെ ആക്രമിച്ചത്, വട്ടം കൂടി നിന്നിട്ടാണ് ഒരാൾ ആക്രമിച്ചത്. ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വളരെ സങ്കീർണമാണ്. ഈ സൈക്കോളജിയിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. ആളുകളുണ്ടല്ലോ, ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ദുർബലനായ ആളുടെ കൂടെ നിൽക്കുള്ളൂ. അത് മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ച് ഓട്ടോക്കാർ വട്ടം കൂടി നിന്ന് ഒരു പാവം ഓൺലൈൻ ടാക്സി തൊഴിലാളിയെ വട്ടം കൂടി നിന്ന് ആക്രമിക്കുമ്പോൾ, അവന്റെ വാഹനം പിടിച്ചെടുക്കുമ്പോൾ, അവന്റെ വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുമ്പോൾ, ഇത് കാണുന്ന ആളുകളുടെ മാനസിക ഐക്യം ഉണ്ടല്ലോ, അത് ഈ റാപ്പിഡോക്കാരന് പോകും, അല്ലെങ്കിൽ ഊബറുകാരന് പോകും. അതോടുകൂടി എന്താവും? സിറ്റികളിൽ ആദ്യമായിട്ട് വരുന്ന ആളുകളിൽ, പ്രത്യേകിച്ച് അവർ ഓൺലൈനിൽ കൂടി സജീവമാണെങ്കിൽ, അവർ ഓട്ടോ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഉണ്ടെങ്കിൽ കൂടി അതില്ലാതാവും. അവരപ്പം റാപ്പിഡോനെ ആശ്രയിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് റാപ്പിഡോക്കും യൂബറിനും ഇത്തരം വെട്ടിക്കൂട്ടങ്ങൾ, ഇത്തരം ഗുണ്ടകൾ നൽകുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രൊമോഷൻ ഒന്നല്ല. ഒറ്റ പൈസ ചെലവില്ലാതാണ് അവർ പ്രൊമോഷൻ നടത്തുന്നത് ഈ നാട്ടില്. ഇതും ഒരു സ്ട്രാറ്റജിയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം ഈ ആക്രമിക്കാൻ വരുന്ന ആളുകൾക്കില്ല. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ മതി. ഓട്ടോ തൊഴിലാളികൾക്കെതിരെ കടുത്ത രീതിയിലാണ് ചിലർ വിമർശിക്കുന്നത്. പലപ്പോഴും ഈ വിമർശനം അതിരി കവിഞ്ഞ രീതിയിൽ, ഭാഷാപ്രയോഗത്തിലൊക്കെ അതിരി കവിഞ്ഞ രീതിയിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണിത്? ഓട്ടോക്കാരുടെ ഭാഗത്ത് എന്തുകൊണ്ട് ആൾക്കാർ നിൽക്കാത്തത്? ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഓട്ടോക്കാരന്റെ അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ നിൽക്കാത്തത്. നിങ്ങളുടെ സ്വഭാവം നന്നാക്കാതെ. ആളുകൾക്ക് വിളിക്കാൻ തോന്നണ്ടേ? ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ സ്വഭാവം നന്നാക്കാഞ്ഞാല്. ഇന്നത്തെ കാലത്ത് ഒരു യാത്രക്കാരൻ യാത്ര തിരഞ്ഞെടുക്കുന്നത് ഓട്ടോക്കാർ കുടുംബം നോക്കുന്നുണ്ട്, അതുകൊണ്ട് സഹായിച്ചു കളയാം എന്നൊന്നും വിചാരിച്ചിട്ടല്ല. യാത്രക്കാരൻ നോക്കുന്നത് അവന് ഏറ്റവും കംഫോർട്ടായി അങ്ങനെ യാത്ര ചെയ്യാമെന്നാണ്. അതായത് കുറഞ്ഞ നിരക്ക്, കൃത്യമായിട്ടുള്ള വേഗത, ടാക്സി കൂലി ആദ്യമേ നമുക്ക് അറിയാൻ പറ്റുന്ന സാഹചര്യം, അത് വലിയ കാര്യം തന്നെയാണ്. ഇതൊക്കെ ആപ്പിലൂടെ നമുക്ക് സാധ്യമാവും. അല്ലാതെ ഓട്ടോക്കാരനെ വിളിച്ച് ഒരു സ്ഥലത്ത് പോയി അവിടെ എത്തിയിട്ട് 2 രൂപക്കും 5 രൂപക്കും വേണ്ടി പരസ്പരം തണ്ടക്ക് വിളി കേൾക്കേണ്ട സാഹചര്യം ഇവിടെ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനില്ല. യാത്രക്കാരനെ കൊണ്ടുപോയി പച്ചത്തെറി പറയുന്ന എത്ര ഓട്ടോ തൊഴിലാളികൾ നാട്ടിലുണ്ട്? ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത്തരം സാഹചര്യങ്ങളൊന്നും ഓൺലൈനിലില്ല. അപ്പോൾ യാത്രക്കാർ ഇതിലേ തിരഞ്ഞെടുക്കുള്ളൂ. മാത്രമല്ല, യാത്രക്കാരൻ വിളിച്ചാൽ ഏത് പാതിരാത്രിക്കാണെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ടാക്സിക്കാരൻ വരും. എന്നാൽ ഓട്ടോക്കാരൻ എങ്ങനെയാണോ? നമ്മളൊരു ഓട്ടം വിളിച്ചാൽ ഇവരെ ഒരു വലിയ നീണ്ട ഇന്റർവ്യൂ ഉണ്ട്. എവിടേക്കാണ്, എത്ര ദൂരാണ്, എത്ര സമയം വെയിറ്റിംഗ്, എത്ര സമയം അത്, എത്ര സമയം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വലിയൊരു ഇന്റർവ്യൂ. ഇവരെ ഓശാരത്തിന് നമ്മൾ ചെല്ലുന്നമായിരിക്കും ഇവരെ ഇന്റർവ്യൂ ഉണ്ടല്ലേ. ചില ആളുകൾ ഓട്ടം വിളിച്ചാൽ പോരുകയില്ല. ഇങ്ങനെ ആളുകളുടെ ഈ നാട്ടില് ഊബറിലാവുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫേസ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പൊ ആളുകൾ ഊബറല്ലേ പ്രിഫർ ചെയ്യുള്ളൂ. മാത്രമല്ല, നിങ്ങൾ തന്നെ ഇത്തരം സംഭവങ്ങളിലൂടെ കനത്ത പ്രൊമോഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതിന്റെ മറ്റൊരു പ്രശ്നം, ചില ഓട്ടോക്കാർ മീറ്റർ ഉപയോഗിക്കുകയില്ല. വായി തോന്നിയ ചാർജാണ് ഇവർക്ക്. മാത്രമല്ല, രാത്രി 8 മണി 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഡബിൾ ചാർജാണ്. അത് എന്തിനാന്ന് എനിക്ക് ഇത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ല. രാത്രി പെട്രോൾ അധികം കത്തുവോ അല്ലെങ്കിൽ ഡീസൽ അധികം കത്തുവോ ഓട്ടോക്ക് വേണ്ടിയിട്ട്? അതെന്തിനാണ് ഇവർ അങ്ങനെ വാങ്ങുന്നത്? പല സ്ഥലങ്ങളിൽ ഇതുള്ളതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
പിന്നെ ഒരു യാത്രക്കാരെ ഒരു ഓട്ടം വിളിച്ചാൽ ആ ഓട്ടമുള്ള സ്പോട്ടിൽ എത്തിയിട്ട് ഈ ഫെയറിന്റെ പേരിൽ തമ്മിൽ തല്ലി പുളിച്ച തെറി യാത്രക്കാരനെ വിളിക്കാം. ആളുകൾക്ക് മടുക്കൂലേ? ആളുകൾക്ക് ഈ ഓട്ടോക്കാരൊക്കെ എന്നോ മടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് കേവലം 1-2 ആളുകളായിരിക്കാം, പക്ഷെ ഇത്തരം ഒരു പ്രതിച്ഛായ ആ ഓട്ടോ ഓടിക്കുന്ന സമൂഹത്തിന് മുഴുവൻ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് ഓട്ടോക്കാരെ പറ്റി ഒരു മുൻവിധി ഉണ്ട്. അത് ആളുകളുടെ കുറ്റമല്ല, ഓട്ടോക്കാരൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ആണ്. ഈ ഓട്ടോക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ലോകം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് മൊബൈൽ ഫോൺ വന്ന സമയത്ത് STD ബൂത്തുകാരൊക്കെ നിരത്തി പൂട്ടിപ്പോയി. മൊബൈൽ ഫോൺ വരുന്നേ ഞങ്ങളെ തൊഴിലില്ലാതായേ എന്ന് കാറി വിളിക്കല്ല അവർ ചെയ്തത്. അവരെന്താ ചെയ്ത്? STD ബൂത്തുകൾ പതിയെ മൊബൈൽ ഷോപ്പുകളാക്കി, റീചാർജ് സെന്ററുകളാക്കി, മൊബൈലിന്റെ ആക്സസറീസ് വിൽക്കുന്ന കടകളാക്കി മാറ്റി. അതുകൊണ്ട് അവർ ഇന്നും നിലനിന്ന് പോകുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങിന്റെ കാര്യമൊക്കെ, ഓൺലൈൻ ബാങ്കിംഗ് ഒക്കെ ഇന്ന് സാധാരണമല്ല നമ്മുടെ നാട്ടില്. അതുകൊണ്ട് നാട്ടിലുള്ള ബാങ്കുകളൊക്കെ കൂട്ടിപ്പോയത് എന്ന് മാത്രമല്ല, നാട്ടിൽ നിലവിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോക്കൽ സഹകരണ ബാങ്കുകൾ പോലും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി. വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായത്തിൽ ഓട്ടോ തൊഴിലാളികൾക്ക് മുന്നിലും ഈ ഒരു മാർഗമാണ് നിലവിലുള്ളത്. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സജീവമായി നിങ്ങൾ മാറുക, മികച്ച സേവനം നൽകുക, ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കുക, യാത്രക്കാരുടെ വിശ്വാസം നേടുക. യഥാർത്ഥ പരിഹാരം ഇത് മാത്രമാണ്. അല്ലാതെ ഈ സിസ്റ്റത്തോട് മുട്ടി നിന്ന് ഗുണ്ടായിസം കാണിച്ച് എല്ലാ കാലവും ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകാമെന്ന് ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അങ്ങനെ ഒരു പ്രസ്ഥാനങ്ങൾ ഇവിടെ നിന്നു പോയിട്ടില്ല. കാലത്തിനനുസരിച്ച് മാറണം, അല്ലെങ്കിൽ ഈ കാലം നിങ്ങളെയും കടന്നു പോകും. ഇത്തരം ഗുണ്ടായിസവും ഇത്തരം കയ്യേറ്റ ശ്രമങ്ങളും പിടിച്ചെടുക്കലുകളൊക്കെ കാണുമ്പോൾ എന്താണോ, ഇത് സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്ന ഫ്രീ പ്രൊമോഷനാണ്. ആളുകൾ ഇത് കാണുന്ന ആളുകൾ എന്താ ചിന്തിക്കാറോ, എന്തിനാണ് ഇവർക്ക് ഇത്ര വേജാറ്? അതേ ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുള്ളൂ, എന്തിനാ ഇവർക്ക് ഇത്ര വേജാറ്, ഓട്ടോക്കാർക്ക് എന്തിനാ ഇത്ര വേജാറ്? ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിന്റെ അവസാനം ഗുണം ലഭിക്കുക ആർക്കാണ്? സ്വാഭാവികമായിട്ടും ഓൺലൈൻ ടാക്സിക്കാർക്കാണ് ഗുണഭോക്താക്കള്. അത് മനസ്സിലാക്കുക. ഇത്തരം പ്രവൃത്തിയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ കുടിയേറാമെന്ന് ഓട്ടോക്കാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. അത് അസാധ്യമാണ്. ഈ സംഭവത്തോടു കൂടി കേരളത്തിലെ എല്ലാ ഓട്ടോ തൊഴിലാളികളും ഒരു കാര്യം മനസ്സിലാക്കണം: മാറ്റങ്ങളെ തടയാൻ ശ്രമിക്കുന്നതല്ല ബുദ്ധി, മാറ്റത്തെ യൂസ് ചെയ്യുന്നതാണ് ബുദ്ധി. സമാന മേഖലയിൽ മത്സരിക്കുന്ന ആളുകളുടെ കായികമായി നേരിടാൻ നിൽക്കാതെ അവരുമായി മത്സര ബുദ്ധിയോടെ നിങ്ങൾ നേരിടണം. അതേ നടക്കൂ. അതേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വഴിയുള്ളൂ. ഈ കാലത്തിന്റെ ചക്രം എന്നത് ഒരിക്കലും പിന്നോട്ട് തിരിയില്ല. കാലചക്രത്തിനൊപ്പം സഞ്ചരിക്കുന്നവരാണ് വിജയിക്കുക. അതിനെ തടയാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓട്ടോ തൊഴിലാളികളെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളികളെ, നിങ്ങൾ ദയവായി പുതിയ സംവിധാനങ്ങളുടെ ഭാഗമാകുക. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പുതിയ സാങ്കേതിക വിദ്യ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അല്ലാതെ മാറ്റങ്ങളോട് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ വഴി യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത് കോഴിക്കോട് സിറ്റിയിൽ കൂടുതൽ ഓൺലൈൻ ടാക്സിക്കാർക്കും ഓടാനുള്ള ഒരു അവസരം മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തത്. ഇതുകൊണ്ടൊന്നും ഓൺലൈൻ ടാക്സിക്കാരോ മറ്റോ പിന്മാറുമെന്ന് സ്വപ്നത്ത് പോലും നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനൊന്നും ഉണ്ടാവാനും പോണില്ല. ലോ ആൻഡ് ഓർഡർ ഉള്ള നാടാണ് നമ്മുടെ നാട്. ഈ നാട്ടിൽ ഗുണ്ടായിസം കാണിച്ച് അധികം നാള് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എല്ലാത്തിനും ഉപരി ജനങ്ങളുടെ പിന്തുണ വേണം. അത് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് നിങ്ങളെ വാഹനം വേണ്ട എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഓൺലൈൻ ടാക്സി ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക: ഓട്ടോറിക്ഷയിൽ കയറുന്നത് റിസ്ക് ആണെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത് തോന്നാൻ കാരണം? അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം പോരായ്മകൾ തിരുത്താൻ ശ്രമിക്കാതെ ഗുണ്ടായിസം കൊണ്ട് കാലാകാലം ജീവിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ഇത്തരം സാഹചര്യങ്ങൾ കോഴിക്കോട് സിറ്റിയിൽ കൂടുതൽ ഊബറുകാരെയും റാപ്പിഡോക്കാരെയും സജീവമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ 10 ലക്ഷം ഓട്ടോ തൊഴിലാളികൾ ഈ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ 10,000-കണക്കിന് ഓട്ടോ തൊഴിലാളികൾ കോഴിക്കോട് സിറ്റിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക: ഓൺലൈൻ ടാക്സിക്കാരും ഏകദേശം 10,000-നോടടുത്ത് അടുത്ത കാലത്ത് തന്നെ കോഴിക്കോട് സിറ്റിയിൽ വരും. അപ്പൊ പിന്നെ ഈ വളഞ്ഞിട്ട് ആക്രമണമൊക്കെ എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നത് അപ്പൊ പിന്നെ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിച്ചെടുത്ത് കിട്ടില്ല. അതുകൊണ്ട് പുതിയ മാറ്റങ്ങളുമായി നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാവണമെന്നാണ് വിനീതമായ അപേക്ഷ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷ ഇവിടെ പറയുന്നു.